ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മക്രോണി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 7-8 മിനിറ്റിൽ നമ്മുടെ മക്രോണിയൊക്കെ ഫുള്ളായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് എടുത്ത് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സവാളയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മൾ സോസ് പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. നമ്മുടെ മൈദയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 300 ml പാല് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി തിളപ്പിച്ച് റൂം ടെമ്പറേച്ചറിൽ ഉള്ള പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ട പോലെയൊക്കെ കിടക്കുന്നത് നമ്മുടെ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കിയ വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മക്രോണി ബോയിൽ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമ്മുടെ മക്രോണിയൊക്കെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാം. ഒന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ചീസോ മറ്റൊന്നും ചേർക്കാതെ തന്നെയാണ് നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് മക്രോണി ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.